ഇന്നെന്താ പ്രത്യേകിച്ച്? വാ വന്നിരിക്കും പറയാം. മായ ഓർമ്മയില്ലേ? നമ്മുടെ കല്യാണത്തിന് വന്നിരുന്നു. ബെസ്റ്റ്. നമ്മുടെ കല്യാണത്തിന് ആരൊക്കെ വന്നിരിക്കുന്നു? അവരെയൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമോ? ഇത് അങ്ങനെ ഒരാളല്ല. ഞാൻ എപ്പോഴും അവളെ പറ്റി മനോജിനോട് പറയാറുണ്ട്. മനോജിന് ഓർമ്മയില്ലാഞ്ഞിട്ടാ. എന്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മായ. ശരി ശരി പറഞ്ഞിട്ടുണ്ടാവും. നീ കാര്യം പറ. അവളിപ്പോ ഈ ഫ്ലാറ്റിലെ താമസം. ഇതിനകത്തോ? മോളില് പുതിയ താമസക്കാര് വന്നില്ലേ, ഒരു അച്ഛനും മോളും. അതവരാ. ആണോ? ആ, ഇന്നവളെന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങള് കൊറേ സംസാരിച്ചു. ഞാൻ ശരിക്കും റിലാക്സ്ഡ് ആയി. പണ്ടേ അങ്ങനെ അവളോട് സംസാരിച്ചാ നമ്മൾ ശരിക്കും വേറൊരാളാവും. അവള് പോയപ്പോ എനിക്ക് കുക്ക് ചെയ്യാൻ ഒരു മൂഡ് തോന്നി. അതാ ഇങ്ങനെ. അവളോട് ഞാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നുവെച്ചാ നമുക്കിടയിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും. മനോജ്, എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാനിന്ന് വീട്ടിൽ പോയിരുന്നു. അച്ഛൻ എന്നെ ശരിക്കും വഴക്ക് പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാനാണെന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ അങ്ങനെ പറഞ്ഞോ? അല്ല, ആലോചിച്ചപ്പോ എനിക്കത് ശരിയാണെന്ന് തോന്നി. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു. എല്ലാ തിരക്കിന്നും മാറി നമുക്ക് മാത്രമായിട്ട് 1-2 ദിവസം വേണം ഭാവന. ദൂരെ എവിടെയെങ്കിലും മറ്റാരും അറിയാതെ എനിക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം. നിന്റെ മുമ്പിൽ വെച്ച് എന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കൊരു ഡോക്ടറുമായിട്ട് പങ്കുവെക്കണം. എന്താ? ഇതെന്താ ഇവിടെ? എനിക്കൊരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അദ്ദേഹത്തിന്റെ വീട്. മനോജിന് ഈ ഡോക്ടറിനെ എങ്ങനെ പരിചയം? എനിക്കല്ല, അച്ഛന്. പണ്ട് ഈ ഡോക്ടറുടെ കേസ് നടത്തിയത് അച്ഛനായിരുന്നേ. വാ. നമുക്ക് ഒരുമിച്ചിട്ട് സംസാരിക്കണോ അതോ? ഒരുമിച്ച് തന്നെ സംസാരിക്കാം ഡോക്ടർ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭാവന സ്വന്തമായ ഒരു ലോകത്താണ്. ആ ലോകത്തേക്ക് കടക്കാൻ ഭാവന ആരെയും അനുവദിക്കുന്നുമില്ല. അവിടെ ഇരുന്ന് നോക്കുമ്പോൾ മനോജിന് ഒരുപാട് ബന്ധങ്ങളുണ്ടെന്ന് ഭാവന സംശയിക്കുന്നു. Am I right? അങ്ങനെ ചില തോന്നലുകൾ ഉണ്ടാവുന്നതിന് മുമ്പ്, മനോജ് ഭാവനയെ ഒളിപ്പിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന തോന്നൽ ഉണ്ടാവുന്നതിന് മുമ്പ് ഫിസിക്കലായി എന്തെങ്കിലും അനുഭവപ്പെടാറുണ്ടോ? ദാറ്റ് മീൻസ് കടുത്ത തലവേദനയോ തലപ്പെരുക്കലോ ഒരുതരം ഭയമോ? അപ്പോ ഇവിടെ കൊണ്ടെത്തിക്കാനായിരുന്നു ഈ ഔട്ടിങ്ങും ആഘോഷങ്ങളും ഒക്കെ. ഭാവന, ഞാൻ ഉദ്ദേശിച്ചെന്താ, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനായിരുന്നെങ്കിൽ എന്നോട് നേരിട്ട് പറയാമായിരുന്നു. ഈ നാടകത്തിന്റെ ആവശ്യമില്ലായിരുന്നു. You're a brilliant actor. ഞാൻ ഭാവനയെ ഒരു രോഗിയായി കണ്ടല്ല ഇപ്പൊ സംസാരിച്ചത്. ഡോക്ടർ പ്ലീസ്, നിങ്ങളോടുള്ള എന്റെ എല്ലാ വിശ്വാസവും ഇതോടെ തീർന്നു. നിങ്ങളൊരു സൂത്രക്കാരനായ കുറുക്കനാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഒരു ചതിയനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. റിയൽ ചീറ്റ്. ഭാവന പ്ലീസ്. മനോജ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് നീ കരുതുന്നത്? അയാളുടെ പരസ്ത്രീ ബന്ധത്തെക്കുറിച്ച് അന്ന് നീ അയാളുടെ അച്ഛനോട് പറഞ്ഞു. അഡ്വക്കേറ്റ് ശ്രീധരൻ നായർ കാര്യവിവേകമുള്ള ആളായതുകൊണ്ട് നീ പറഞ്ഞത് അങ്ങനെ തള്ളിക്കളയില്ല എന്ന് നിന്റെ ഭർത്താവിന് അറിയാം. അപ്പോ വീട്ടുകാരുടെ മുന്നിൽ മാനം രക്ഷിക്കാൻ അയാളുടെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ: നിന്നെ മാനസിക രോഗിയായി മുദ്ര കുത്തുക. പുരുഷന്മാർക്ക് അവരുടെ പരസ്ത്രീ ബന്ധങ്ങൾ കൂട്ടുകാരുമായി ഒരു കപ്പ് കാപ്പിക്കൊപ്പം ഒന്ന് കുറിക്കാനുള്ള സ്നാക്സ് മാത്രമാണ്. തിരിച്ചതേ നാണയത്തിൽ ഭാര്യ മറുപടി കൊടുക്കട്ടെ. അപ്പൊ കാണാം അവര് തളർന്നു പോകുന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നേ? അവർക്ക് വഴിവിട്ട ബന്ധങ്ങളാവാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കതായിക്കൂടാ? നീ എന്താ പറയുന്നേ? എന്നെ കൊണ്ട് പറ്റില്ല. I cannot do it. എടി പോത്തെ, അങ്ങനെ വേണമെന്ന് ആര് പറഞ്ഞു? അങ്ങനൊരു ബന്ധം നിനക്കൊണ്ടെന്ന് മനോജിന് തോന്നണം. അതും സമൂഹത്തിന്റെ മുന്നിൽ ഒരു വൃത്തിയിട്ട ഇമേജ് ഉള്ള ഒരാളുമായിട്ടാണെങ്കിലോ? അതോടെ മനോജ് നിന്റെ മുന്നിൽ സറണ്ടർ ആവും. പിന്നീട് അയാളുടെ ലോകത്ത് നീ അല്ലാതെ വേറൊരാളുണ്ടാവില്ല. അതാണ് പുരുഷന്റെ സൈക്കോളജി. ഒന്നുമില്ല. ഞാൻ ഇറങ്ങുന്നു. ഈ പുസ്തകം വായിച്ചാണോ? റീഡ് ഇറ്റ്. യു ലൈക്ക് ഇറ്റ്.
നാളെ അച്ഛനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം. ഞാൻ ഇത്തിരി വൈകും. 11 മണിക്ക് മുമ്പത്തില്ലേ? ഷോ. പ്രീതിയെ കൊണ്ടാക്കി തിരിച്ചു പോകുമ്പോ വല്ല ബീവറേസിലും കയറി നാളെ നീ പണി ഉണ്ടാക്കി വെക്കരുത്. ഞാൻ നിർത്തി. ഉവ്വ ഉവ്വ. എന്റെ മൊബൈൽ ഇവിടെ എവിടെയോ. അതവിടെ ഉണ്ട്. നാളെ രാവിലെ ലേറ്റ് ആക്കരുതേ. ഓക്കെ. ബൈ. Sadness came down on me again, and it never left me. It makes me sick to think of those days. Nobody takes me out anymore. I just stay here stewing in my own shit. I'm sick of it. I'm sick of sick. 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 പ്രീതി, സേഫായിട്ട് എത്തിയില്ലല്ലേ? അല്ല, വഴിക്കെങ്ങാനും കാർ നിർത്തിയിട്ട് നിന്നെ ഒറ്റയ്ക്ക് ഇരുത്തിട്ട് അവനെങ്ങനെ ഇറങ്ങിപ്പോയോ? തൻ്റെ വിളി വന്നില്ലല്ലോ എന്നുള്ള ആദിയിലായിരുന്നു ഞാൻ. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. നാളെ ഓടിപ്പിടച്ചിങ്ങോട്ട് വരണമെന്നില്ല. മുൻസിഫ് കോടതിയിലെ കേസ് എന്തായാലും അവധിക്ക് വെക്കണം. അത് ഞാൻ ചെയ്തോളാം. അച്ഛൻ്റെ കാര്യമല്ലേ, അത് നടക്കട്ടെ. ഞങ്ങളുടെ ലൈഫിനെ പറ്റി പറയാതിരിക്കുന്നത് നല്ലത്. അവൾ എപ്പോഴും അവളുടെ മാത്രമായൊരു സാങ്കല്പിക ലോകത്താണ്. നിന്നോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ ആഹ്ലാദം. ഇങ്ങനൊരു സെയിം കേസ് മദ്രാസ് ഹൈക്കോർട്ടിൽ വിധിയായിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരു കോപ്പി മെയിൽ ചെയ്ത് തരാം. അത് വെച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യേ. പ്രീതി, തൻ്റെ വിളി വന്നില്ലല്ലോ എന്നുള്ള ആദിയിലായിരുന്നു ഞാൻ. ഇപ്പോഴെനിക്കൊരു സമാധാനമായിരുന്നു. അവൾ എപ്പോഴും അവളുടെ മാത്രമായൊരു സാങ്കല്പിക ലോകത്താണ്. നിന്നോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ ആഹ്ലാദം.